ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സജന ഫിറോസിനെ എല്ലാവർക്കും അറിയാമല്ലോ. സജന ഫിറോസ് അല്ല, സജന നൂറിനെ എല്ലാവർക്കും അറിയാമല്ലോ. മാറിപ്പോയി. എനിക്ക് വലിയ വണ്ടി, കാരണം ഞാൻ ഇച്ചിരി സൈസ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ വണ്ടി വേണമെന്ന് ആഗ്രഹമായിരുന്നു. എനിക്ക് BMW ഭയങ്കര ഇഷ്ടമാണ്. BMW എന്ന ബ്രാൻഡ് നെക്സ്റ്റ് സഡാനിലൊരു മോഡൽ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അയ്യോ, അങ്ങനെയൊന്നും ചോദിക്കല്ലേ. അടുത്ത കാറ് വാങ്ങിക്കണമെങ്കിൽ ഇനി ആരെങ്കിലും പറ്റിക്കണം, എന്നാലും ഇനി അടുത്ത കാറ് ചേച്ചിക്ക് വാങ്ങിക്കാൻ പറ്റും. സജന നൂറ്, ഫിറോസ്, റസൂൽ പൂക്കുട്ടി, ഒരു സമയത്ത് സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന പേരുകളായിരുന്നു ഇതൊക്കെ. നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. കുറേ നാൾ ഏറിപ്പോയ ശേഷം പിന്നെ കാണുന്നില്ലായിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം വീണ്ടും കുറച്ച് ഓൺലൈൻ മീഡിയാസിന് ബൈറ്റ് കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ റീസെൻ്റിലാണ് പഠിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ സിസ്റ്ററൊക്കെ നല്ല രീതിയിൽ വണ്ടി ഓടിക്കും. അപ്പം എനിക്ക് ആഗ്രഹമായിരുന്നു, അയ്യോ ഞാനെന്താ ഇത്രയും പെട്ടെന്ന് പഠിക്കാത്തതെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്മൂത്തായിട്ടൊക്കെ ഓടിക്കും. ഏത് വണ്ടി എടുക്കണമെന്നായിരുന്നു ആഗ്രഹം കുഞ്ഞിലെ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എനിക്ക് സഡാൻ മോഡലും ഇഷ്ടമാണ്. അല്ലേ ചേച്ചി, വണ്ടി എവിടെന്നാ? സെക്കൻഡ് ഹാൻഡ് അല്ലേ? മൊത്തം പൈസയൊക്കെ കൊടുത്തായിരുന്നോ? ഈ പുള്ളിക്കാരത്തി കൊടുത്തൊരു ബൈറ്റിൻ്റെ താഴെ, ഇവർ ഓൺലൈൻ മീഡിയാസ് ഇട്ട ഒരു ക്ലിപ്പിൻ്റെ താഴെ ഒരു സ്ഥാപനം കഴിഞ്ഞ ദിവസം വന്നിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കമൻ്റ് ഒന്ന് വായിക്കാം. വണ്ടി നല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ 8 മാസത്തോളമായി ഈ വാഹനം നിങ്ങൾ വാങ്ങിയിട്ട് ഇതുവരെ അതിൻ്റെ ഫുൾ ക്യാഷ് തന്നിട്ടില്ല. നിങ്ങളുടെ പേരിലേക്ക് വാഹനം മാറ്റിയിട്ടുമില്ല. ആർക്കും ചെക്ക് ചെയ്താൽ മനസ്സിലാവും വാഹനം അവരുടെ പേരിലല്ല എന്ന്. ആ വാഹനം സന്തോഷത്തോടുകൂടി ഓടിക്കണമെങ്കിൽ എൻ്റെ ബാക്കിയുള്ള ക്യാഷ് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ഓടിക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ ശാപമുള്ള വാഹനമാണത്. എനിക്ക് ക്യാഷ് തരാതെ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയ വാഹനമാണത്. നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടി ഒരിക്കലും ആ വാഹനം ഓടിക്കാൻ പറ്റില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ വാഹനമാണിത്. അതിന് മുഴുവൻ പണം തന്നിട്ട് ഇങ്ങനെ സംസാരിച്ചാൽ പോരെ? ചേച്ചി ഇട്ട വീഡിയോയുടെ താഴെ വന്ന കമൻറ്റാ. അച്ഛൻ കാണിക്കുമ്പോഴേ കട്ട മുതലാണെന്നുള്ള ചിന്ത കൂടി വേണം. BMW എടുക്കാൻ ആ പാവപ്പെട്ട ഒരാളെ പറ്റിച്ചു. ഇനി അടുത്ത കാർ എടുക്കാൻ ആരെ പറ്റിക്കുമോ ആവോ. അതൊക്കെ അടുത്ത കാർ എടുക്കുമെന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട്. ചേച്ചി ഒരു പരിപാടിക്ക് വന്നപ്പോൾ അവിടെ കുറേ ഓൺലൈൻ മീഡിയാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുത്തൊരു ബൈറ്റ് ഉണ്ടായിരുന്നു. ആ ബൈറ്റിൻ്റെ താഴെയാണ് ഈ കമൻറ്റ് വന്നത്. ഇവർ ഈ ഓടിച്ചുകൊണ്ട് നടക്കുന്ന വാഹനം BMW ഫുൾ എമൗണ്ട് ഇവർ കൊടുത്തിട്ടില്ല. ഇനിയും പൈസ ഒരുപാട് കൊടുക്കാനുണ്ട്. 8 മാസത്തോളം ഇവർ ബാക്കി പൈസ കൊടുത്തിട്ട് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ശരിക്കും അയാളെ പറ്റിച്ച് മുങ്ങി എന്നാണ് അർത്ഥം. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് നടക്കാൻ എങ്ങനെ സാധിക്കുന്നു? ചിലപ്പോൾ ഇപ്പം അവർ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഫെയിം ഉണ്ടല്ലോ, പിന്നെ ബാക്കി കാശ് ഇവർ തന്നോളും എന്നൊക്കെ കരുതിയിട്ടായിരിക്കും. ഫെയിമൊക്കെ ഉള്ളതുകൊണ്ട് ഒരിക്കലും പറ്റിക്കില്ല എന്നുള്ള വിശ്വാസത്തിന് പുറത്തായിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ചേച്ചി ഒരു മുങ്ങിയിട്ട് പിന്നെ ഇതുവരെ പൊങ്ങിയിട്ടില്ല. ഇനി ചേച്ചി അടുത്ത പരിപാടി പുതിയ സലൂണൊക്കെ തുടങ്ങാൻ പോകണമെന്ന് പറയുന്നുണ്ട്. ഇനി അതിനാരെ പറ്റിക്കുമോ ആവോ. ചേച്ചി ഇതിനെതിരെ പ്രതികരിക്കണം. ചേച്ചി ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. ഇങ്ങനെ എല്ലാവരും പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണം. ചേച്ചിക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ, അതിൽ കൂടി പറ, എൻ്റെ സ്വന്തം കാറാ, ഞാൻ കാശ് മുടക്കി വാങ്ങിച്ചതാ, RC ബുക്കൊക്കെ കൊണ്ടുവന്ന് കാണിക്ക്. അല്ല പിന്നെ അർഹതയില്ലാത്ത ആൾക്കാർ കൂടെ നിൽക്കാതിരിക്കുന്നതന്നെ നല്ലത്. അത് ദൈവമായിട്ട് ചിലപ്പോൾ അവരെ അകത്തിയതായിരിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നല്ല ആൾക്കാർ ഇപ്പോഴും കൂടെ ഉണ്ട്. ആവശ്യമില്ലാത്ത ആൾക്കാരെ ദൈവമായിട്ട് എടുത്തു കളഞ്ഞു. വിളിക്കട്ടെ. എനിക്ക് തോന്നുന്നു നല്ലതാന്ന് തോന്നുന്നു. നെഗറ്റീവ് പബ്ലിസിറ്റി കുറച്ച് നല്ല പബ്ലിസിറ്റി ആയിരിക്കും. അതെ, എന്നെ അറിയാത്ത ആൾക്കാർ പറഞ്ഞു തുടങ്ങി. പക്ഷെ അവരെല്ലാവരും ഓടി വന്നിട്ട്, അത് ഒരിക്കലും എനിക്കതാണ് ഏറ്റവും വലിയ സന്തോഷം. എല്ലാവരും വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട്, മോളെ അങ്ങനെയല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരിതുണ്ടല്ലോ. ഇനി ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് ഇഗ്നോർ ചെയ്ത് കളയത്തോളൂ. ആരീ പറയുന്നെൻ്റെ പൊന്നേ? നെഗറ്റീവ് കമൻസോ? കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടിയും ഓന്തിൻ്റെ സ്വഭാവവും. എന്നിട്ട് പറയാം നെഗറ്റീവ് കമൻസ് എന്ന്. എനിവേ എന്തേലും ആവട്ടെ, എന്തൊക്കെ പറഞ്ഞാലും പറ്റിച്ചുണ്ടാക്കിയ മുതലിന്, അയാളുടെ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ മുതലിന് എന്തായാലും ചേച്ചി ഉത്തരം പറഞ്ഞേ പറ്റൂ. ദൈവത്തിൻ്റെ കോടതിയിൽ ചേച്ചീനെ എന്തായാലും വെറുതെ വിടില്ല, അത് ഉറപ്പാണ്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലിടുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.